പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് അറിയിക്കുന്നവർക്കുള്ള പാരിതോഷിക തുക പരിധി ഒഴിവാക്കി സർക്കാർ. പിഴത്തുകയുടെ 25%വും പരമാവധി 2500 രൂപയുമായിരുന്ന പാരിതോഷിക പരിധിയാണ് തദ്ദേശ വകുപ്പ് ഒഴിവാക്കിയത്. പിഴത്തുകയുടെ 1/4 നൽകാനാണ് പുതിയ തീരുമാനം. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് അഖിൽ പാലോട്ട് മഠം ചേരുന്നു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അഖിൽ, ഗ്രാമനഗര വ്യത്യാസമില്ലാതെ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. പലപ്പോഴും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നതിന് മുൻപ് സാധാരണക്കാരാണ് ഇതൊക്കെ ഫോട്ടോ സഹിതം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതിനൊക്കെ അവർക്ക് ഒരു ചെറിയ പാരിതോഷികവും നൽകി വരുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ പാരിതോഷിക തുക പരിധി സർക്കാർ ഒഴിവാക്കുന്നു. തദ്ദേശ വകുപ്പ് അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? രോഹിണി സൂചിപ്പിച്ചതുപോലെയാണ്, നഗരമെന്നോ ഗ്രാമമെന്നോ ഒരു വ്യത്യാസമില്ലാതെ പൊതുസമൂഹത്തിന് വലിയ ദോഷം ചെയ്യുന്ന, അല്ലെങ്കിൽ അത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു ദോഷം തന്നെയാണ് ഈ പൊതുമാലിന്യം വലിച്ചെറിയുക എന്നുള്ളത്. നമ്മൾ പല ദൃശ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്ന് പറയുന്ന സ്ഥലത്ത് പോലും നിഷേധിച്ചു പോകുന്ന, മാലിന്യങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന മലയാളിയുടെ പൊതുബോധത്തെ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം രക്ഷ നേടുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ആദ്യഘട്ടത്തിൽ തന്നെ തദ്ദേശ വകുപ്പ് ഈ മാലിന്യങ്ങൾ എറിയുന്നവരെ കാണിച്ചു കൊടുക്കുന്നവർക്ക് അവരിൽ നിന്ന് ഈടാക്കുന്നത്, അതിപ്പോൾ ഞാനാണ് മാലിന്യം വലിച്ചെറിയുന്നതെങ്കിൽ രോഹിണിയാണത് കാട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് 1000 രൂപയാണ് പിഴ ഈടാക്കുന്നതെങ്കിൽ അതിൻ്റെ 25% ആ പിഴത്തുകയുടെ ഒരു കമ്മീഷനായി രോഹിണിക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മാക്സിമം ഒരു 2500 രൂപ വരെ അത്തരത്തിലൊരു പാരിതോഷികം കിട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. പക്ഷെ അത്തരത്തിലുണ്ടായിട്ട് പോലും കേരളത്തിൽ മാലിന്യ പ്രശ്നം അതിരൂക്ഷമായി ഉണ്ടാകുന്നു. മാലിന്യത്തെ തുടർന്ന് തെരുവുനായ പ്രശ്നം രൂക്ഷമായി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് 9/6/2023 ഉണ്ടായിരുന്ന ഉത്തരവിനെ ക്രോഡീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പുതിയ ഉത്തരവ് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. 12/6/2025 ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഈ ഉത്തരവിൽ പ്രധാനമായും പറയുന്നത്, പൊതുസ്ഥലങ്ങളിൽ മാലിന്യം മറിച്ചതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്ഥാപനങ്ങൾ പാരിതോഷികം നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള പരാമർശം ക്ലോസ് 1 പ്രകാരം ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. ഇതിൽ പ്രധാനമായും പറയുന്നത്, ഈ നിലവിലുള്ള 25%, പരമാവധി 2500 രൂപ നൽകുന്ന ആ ഉപാധി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ പരിധി പൂർണ്ണമായും ഒഴിവാക്കുകയാണ്. ഇനി 1/4, അതായത് പിഴത്തുക ഈടാക്കുന്നതിൻ്റെ 1/4 പാരിതോഷികമായി നൽകാം എന്നുള്ള തരത്തിലാണ് പുതിയ ഉത്തരവ് തദ്ദേശ വകുപ്പ് പുറത്തെടുക്കുന്നത്. അതായത് 1000 രൂപയാണ് പിഴ ഈടാക്കുന്നതെങ്കിൽ അതിൻ്റെ 1/4 250 രൂപ ഇതിൽ കാട്ടിക്കൊടുക്കുന്ന ആൾക്ക് നൽകി ഇതിൽ നിന്നും ഒരു ബോധവൽക്കരണം, പൊതുജനങ്ങൾക്കൊരു ബോധവൽക്കരണം എന്ന നിലയ്ക്ക് ആ പരിപാടി ആരംഭിക്കാനാണ് നിലവിൽ തദ്ദേശ വകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത്. തദ്ദേശ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള അനുപമ EAS ആണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഹരിതകർമ്മസേനയ്ക്കും കർമ്മസേനയ്ക്കും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്കുമെല്ലാം ഈ ഉത്തരവിൻ്റെ പകർപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന മാലിന്യ പ്രശ്നത്തിൽ നിന്നും ഒരു പരിഹാരം എന്ന നിലയ്ക്ക്, ഒരു ബോധവൽക്കരണം എന്ന നിലയ്ക്കാണ് പുതിയ നടപടിയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ ഈ ഘട്ടത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. രോഹിണി. ശരി, അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങൾ നൽകിയത്.